ഹായ് മക്കൾസ്, പൊളിറ്റിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്രിസ്മസ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? സാർ ഇത് മാത്രം പഠിച്ചാൽ മതി? അല്ല, ഇന്നത്തെ ലൈവിൽ മക്കൾ വരണേ 7 മണിക്ക്, കൃത്യം 7 മണിക്ക് നമ്മുടെ പൊളിറ്റിക്സ് പൊട്ടി പാറിക്കാനുള്ള ലൈവ് ഉണ്ട്. അതിൽ വന്നു കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാമിനുള്ള ഓൾ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞുതരും. ഇവിടെ നോക്കേണ്ടത് റീജിയണൽ ആസ്പിറേഷൻ, 8ാമത്തെ ചാപ്റ്ററിലെ പ്രാദേശിക അഭിലാഷങ്ങളിൽ മക്കളെ 8 മാർക്കിന് ഒരു എസ്സേ അയച്ചിട്ട് ചോദിച്ച ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ, വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ, നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിൽ. അത് മക്കൾ എന്ത് ചെയ്യും? നിർബന്ധമായിട്ട് നോക്കട്ടെ. ഒന്നാമത്തെ കാര്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ഐസൊലേറ്റഡ് ഫ്രം ദി മെയിൻ ലാൻഡ്, അതായത് വൻകരയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയിരുന്നു. വേസ്റ്റ് ഇന്റർനാഷണൽ ബോർഡർ, അവർക്ക് ഒരുപാട് ബോർഡർ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതിൽ നോക്കേണ്ടത് ഡിമാൻഡ് ഫോർ ഓട്ടോണമി. പല സ്ഥലങ്ങൾ എന്ത് ചെയ്തു? ഇപ്പൊ ആസാം, മിസോറാം, അരുണാചൽ പ്രദേശ്, അവിടേക്കാണല്ലോ ഈ നോർത്ത് ഈസ്റ്റ് റീജിയൻ എന്ന് പറയുന്നത്. പിന്നെ അവരെന്ത് ചെയ്തു? സ്വയംഭരണ അവകാശം, അവരെന്ത് ചെയ്യുന്നു? സ്വയംഭരണം ആവശ്യപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ സെഷനിസ്റ്റ് മൂവ്മെന്റ്, അവിടെ ഒരുപാട് എന്ത് ചെയ്തു? സെഷനിസ്റ്റ് മൂവ്മെന്റുകൾ വന്നു. നമ്മൾ പറയുന്ന നാഗാലാൻഡ് ആവട്ടെ, പിന്നെ അതുപോലെ തന്നെ ആസാമിലാവട്ടെ, അവിടെയൊക്കെ സ്വയംഭരണം ആവശ്യപ്പെട്ടുണ്ട്. അവിടുന്ന് തന്നെ ഒരുപാട് പ്രസ്ഥാനങ്ങളൊക്കെ ഉയർന്നു വന്നു. അതായിരുന്നു മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ. പിന്നെ പുറത്തുനിന്നുള്ള ആൾക്കാർ എന്ത് ചെയ്തു? അവിടേക്ക് വന്നിരുന്നു. അവർക്കെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റും വന്നിരുന്നു. അതാണ് മൂന്നാമത്തെ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നവർക്കുള്ള നീക്കം. ഓക്കെ ആണല്ലോ? പിന്നെ അതുപോലെ തന്നെ ആസാം മൂവ്മെന്റുകൾ വന്നു. അതൊക്കെ എന്ത് ചെയ്യണം? മക്കൾ പഠിക്കണം. പിന്നെ 5ാമത്തെ ഇതിൽ പറയുന്നതാണ് 5 മാർക്കിന് ചോദിക്കുന്ന, ആ ചാപ്റ്ററിൽ തന്നെ ചോദിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ കാശ്മീരിന് വിഷയം. ആ ചാപ്റ്റർ എന്നല്ല, യെസ്, നമ്മൾ 8ാമത്തെ ചാപ്റ്ററിന്, ഇതന്നാണ് ഈ ചാപ്റ്റർ. അപ്പൊ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാശ്മീർ വിഷയം എന്ന് പറഞ്ഞാൽ വെറും ഒരു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം മാത്രമല്ല, പിന്നെയോ അതാണ് നമ്മൾ പറയുന്നത് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ വിഷയം. എന്തായിരുന്നു? എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ വിഷയങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത്. അതായത് ബാഹ്യവും ആഭ്യന്തരപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെന്ത് ചെയ്യണം? മക്കൾ നോക്കിക്കണം. എന്തൊക്കെയാണ്? ഒന്ന്, കാശ്മീർ ഭാഗങ്ങൾ ഈ പാകിസ്ഥാനെതിരെ പിടിച്ചടക്കിയ 1/3 ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ആസാദി കാശ്മീർ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഇന്റേണൽ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്റേണൽ വിഷയം മക്കൾ പറയേണ്ടത് ആർട്ടിക്കിൾ 307, അവർക്ക് മാത്രമുള്ള പ്രത്യേക പദവി ഉണ്ടാകും. അത് എടുത്തു ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് വിഷയങ്ങൾ വന്നിരുന്നു കേട്ടോ. ഇനി 9ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു എസ്സേ ആണ് ഇത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. 1989 ശേഷം വന്ന, ആഫ്റ്റർ 1989, 1989 ശേഷം വന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇന്ത്യയിൽ നടന്ന സമീപകാല സംഭവവികാസങ്ങൾ. മക്കളെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും മനസ്സിലാകും. ഒന്ന്, 1989 കോൺഗ്രസ് പാർട്ടി പരാജയപ്പെട്ടു. 2ാമത്തെ മണ്ഡൽ ഇഷ്യൂ, അതായത് മണ്ഡൽ കമ്മീഷന്റെ കാര്യങ്ങൾ. 3ാമത്തെ ന്യൂ എക്കണോമിക് പോളിസി, പുതിയ സാമ്പത്തിക നയങ്ങൾ. പിന്നെ രാജീവ് ഗാന്ധിയുടെ അസാസിനേഷൻ, വധം. 4ാമത്തത് മറ്റേ നമ്മൾ പറയുന്ന രാമക്ഷേത്രം വേണ്ടിയിട്ട് ബാബരി മസ്ജിദ് പൊളിച്ചില്ലേ, ആ സംഭവങ്ങൾ. ഇതൊക്കെയാണ് മെയിൻ ഇഷ്യൂ എന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ ഇത് നിർബന്ധമായിട്ട് പഠിക്കേണ്ട, വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മിക്ക പാർട്ടികൾക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മിക്ക പാർട്ടികളും എന്ത് ചെയ്തു? 1989 ശേഷം ഒരു കാര്യങ്ങളിൽ എന്ത് ചെയ്തു? 4 കാരണങ്ങളുണ്ട്. അവരെല്ലാവരും ഒറ്റക്കെട്ടാണ്. ആ 4 കാരണങ്ങളാണ് മക്കളെ. ന്യൂ എക്കണോമിക് പോളിസിയോട് എല്ലാവരും അടിപൊളിയാണ്. പിന്നെ പിന്നോക്ക ജാതിക്കാരുടെ പല കാര്യങ്ങൾക്കും അതിലും എല്ലാ പാർട്ടികളും ഒരേപോലെയാണ്. പിന്നെ സംസ്ഥാന പാർട്ടികൾക്ക്, സ്റ്റേറ്റ് പാർട്ടികൾക്ക് ഒന്നും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യത്തിലും എല്ലാവരും ഒരേപോലെയാണ്. പിന്നെ പ്രത്യയശാസ്ത്രം, അതായത് ഐഡിയോളജി, നിലപാടിനേക്കാളും പ്രായോഗിക പരിഗണനകൾക്ക് എല്ലാ പാർട്ടികളും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇതാണ് എല്ലാവരും വർത്തമാനകാല ഇന്ത്യയിൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കണ്ടംപററി ഇന്ത്യയിൽ എന്ത് ചെയ്യാണ്? എല്ലാവരും 4 കാരണങ്ങൾ കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമന്മാരാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ മക്കളെ? സെറ്റ് ആണല്ലോ? ഇത്രയാണ് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഷോർട്ട് എസ്സേയും എന്ന് പറയുന്നത്. കിടിലല്ലേ? ബാക്കിയൊക്കെ നിഹാൽ സാറിന്റെ ചാപ്റ്റർ ഒന്നും പറഞ്ഞുതരും. അപ്പം മക്കൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഇന്നത്തെ ലൈവിൽ വരാം. ബാക്കി നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.